അമ്മ ലണ്ടനിൽ പോകുവാണോ? ഞാനൊരു കാര്യം പറയാം, സത്യമായിട്ട് എനിക്ക് അറിയത്തില്ല. ഇങ്ങനെയൊക്കെ റീലൊക്കെ കാണുമ്പോഴാണ് ഞാനും കാണുന്നത് ഓരോരോ കാര്യങ്ങളൊക്കെ. നിങ്ങൾ അറിയുന്ന അതേ സമയമാണ് ഞാനും അറിയുന്നത്. ചിലപ്പോ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ അറിയുന്നത്. ഫിറോസ് ഇക്ക തന്ന വീട് കൊല്ലം സുധിച്ചേട്ടന്റെ മൂത്ത മകനായ രാഹുൽ ദാസിനും ഇളയ മകനായ ഋതുൽ ദാസിനും ഒരേപോലെ അവകാശത്തിലാണ് കൊടുക്കുന്നത്. എൻ്റെ 2 മക്കൾക്കും, അതായത് എൻ്റെ സുധിച്ചേട്ടന്റെ 2 മക്കൾക്കും ഒരേപോലത്തെ അവകാശത്തിൽപ്പെട്ട വീടാണ് ഈ വീട്. ഫിറോസിക്ക എന്ന് പൂർണ്ണമായിട്ടും വിളിക്കാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഈ രേണുസുതിക്ക്. എന്നാൽ ഇപ്പോൾ ഫിറോസ് ഒരു പുച്ഛത്തോടു കൂടി പിന്നെ ഒരു ഇക്ക എന്ന് ചേർത്ത് വിളിക്കുകയാണ് ഈ പറയുന്ന രേണുസുതി. ഇപ്പൊ എന്തോ വലിയ ആളായി പോയി, എനിക്ക് എല്ലാം നേടി, എൻ്റെ കയ്യിൽ എല്ലാം ഉണ്ട്, ഞാൻ തന്നെയാണ് ഇവിടുത്തെ വലിയ ആള് എന്ന് സ്വയം പൊങ്ങിയായിട്ട് സ്വയം അവരോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ പറയുന്ന ഈ രേണുസുതി. അതുകൊണ്ട് തന്നെ വായിന്ന് വരുന്ന പല വാക്കുകളും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം രേണുസുതി ഓർക്കുന്നില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. ഇന്നലെ രേണുസുതി പിന്നെയും ബാർ ഉദ്ഘാടനത്തിന് വേണ്ടി പോയിരിക്കുകയാണ്. ഇനി അവിടെ പോയി കള്ളു കുടിച്ച് ഇനി അടുത്ത വൈറൽ കണ്ടന്റുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പുള്ളിക്കാരി പോയതാണ്. അത് മാത്രവുമല്ല, ഇനി അവിടുന്ന് വരുമ്പോൾ കുറെ കഷ്ടങ്ങളും ദുരിതങ്ങളും പറഞ്ഞുകൊണ്ട് കുറെ പെട്ടി നിറച്ചുകൊണ്ട് വരികയും ചെയ്യാം. ഇതൊക്കെ അവർ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇന്നലെ ഇവർ ഈ പെട്ടിയൊക്കെ പെറുക്കിക്കൊണ്ട് ഇന്നലെ പോകുന്ന സമയത്ത് ഓൺലൈൻ മീഡിയക്കാർ വന്നിട്ട് കുറെ കാര്യങ്ങൾ ചോദിച്ചു. അതായത് കിച്ചു വന്ന് ലൈവിൽ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചത്. അപ്പൊ അതിൻ്റെ ഇടയിൽ ഈ പുള്ളിക്കാരി നന്ദി പുരസ്കാരം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് എൻ്റെ പൊന്നു പ്രേക്ഷകരെ. അത് നിങ്ങളൊന്ന് കേൾക്കണം. എനിക്ക് ഇന്നലെ വീഡിയോ ചെയ്യാനായിട്ട് പറ്റാതെ പോയി, കാരണം ഇന്നലെ വലിയ ചുമയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോഴും എൻ്റെ തൊണ്ടയൊന്നും ശരിയായിട്ടില്ല. എന്നാലും ഞാൻ ഈ ഒരു വീഡിയോ ഇടുകയാണ്. എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. എന്തായാലും രേണുസുതി എന്താണല്ലേ, പുള്ളിക്കാരി സ്വയം അങ്ങ് പൊങ്ങി നിൽക്കുകയാണ്. കാരണം ഞാൻ പല വീഡിയോകളിലും പറയുന്നുണ്ട്, നമുക്ക് അഹങ്കാരമാകാം, അത് കൂടുതലായി കഴിഞ്ഞാൽ അത് താഴെ വന്നിട്ടേ അതിന് സമ്മാനമേ അതായത് പരുന്തൊക്കെ വലിയ രീതിയിൽ പറക്കും, പറന്നു കഴിഞ്ഞാലും താഴെ വന്നിട്ടേ ഉള്ളൂ അതിന് സമ്മാനം എന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെ രേണുസുതി ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. എന്തായാലും ചേച്ചി പറഞ്ഞു തുടങ്ങട്ടെ. നന്നായിട്ട് സംസാരിക്കുന്നത്, പക്ഷെ ഇപ്പൊ ആൾക്കാർ വളച്ചൊടിച്ചിട്ട് ഇഷ്യൂവാണ്. അതുകൊണ്ടാണ് ഇപ്പൊ കിച്ചു വീടിനെ കുറിച്ചുള്ള ഒരു ടോപ്പിക് എടുത്തിട്ടതെന്നൊക്കെ പറയുന്നത്. ഫിറോസും പുള്ളിയായിട്ട് ഭയങ്കര കമ്പനിയാണ്. അതെന്തായാലും ഫിറോസുമായിട്ട് കിച്ചു കമ്പനി ആയാൽ നമുക്ക് എന്താ പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. അതിനെന്താ, അവന്റെ ഇഷ്ടമല്ലേ അവൻ ഫിറോസുമായിട്ട് കമ്പനി ആവുന്നതോ ഫിറോസിന്റെ അല്ലെങ്കിൽ വേറെ ആൾക്കാരുമായിട്ട് കമ്പനി ആവുന്നതൊക്കെ അവന്റെ ഇഷ്ടമല്ല. അവന്റെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ. 21 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ഞാനുമായിട്ട് ഫിറോസ് ബന്ധമില്ലെന്നൊന്നും അവന് ബന്ധം ഇല്ലാതിരിക്കും, അത്രേ ഉള്ളൂ. അതിനകത്തൊന്നും അവന് കൊടുത്ത വീടല്ലേ, അപ്പൊ അവന് നന്ദി കാണിക്കും. ഞാനുമായിട്ട് ഫിറോസിന് ബന്ധമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവന് ബന്ധമില്ലാതിരിക്കൂ? കാരണം എന്റെ ആവശ്യം അന്ന് കഴിഞ്ഞല്ലോ. അന്ന് ഞാൻ ഫിറോസ് ഇക്ക എന്ന് ഞാൻ കൂടുതലായിട്ട് വിളിക്കത്തില്ലായിരുന്നു, അത്രമാത്രം എനിക്ക് സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ അതൊക്കെ മാറ്റി ഇന്ന് ഫിറോസ് എന്നാക്കി, അയ്യാളെന്നാക്കി, അവനെന്നാക്കി, പറയാൻ പാടില്ലാത്തതെല്ലാം ആക്കുന്നുണ്ട് ഞാൻ. കാരണം എനിക്ക് സ്നേഹമുണ്ടല്ലോ, എനിക്ക് എന്നെ സഹായിച്ചവരോട് എനിക്ക് നന്ദിയുണ്ടല്ലോ, എനിക്ക് കടപ്പാടുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ വിളിക്കും. സ്ഥലം തന്ന ബിഷപ്പിനെ വരെ ഞാൻ എന്ത് വേണേലും വിളിക്കും. അത് എൻ്റെ ആ ഒരു സംസ്കാരമാണ്. അതാണ് രേണുസുതി ഇവിടെ പറഞ്ഞു ഉറപ്പിക്കുന്നത്. ബാക്കി കേട്ടു നോക്കും. അവന് ബന്ധം ഇല്ലാതിരിക്കും, അത്രേ ഉള്ളൂ. അതിനകത്തൊന്നും അവന് കൊടുത്ത വീടല്ലേ, അപ്പൊ അവന് നന്ദി കാണിക്കണം. അവൻ സംസാരിക്കുന്നതിന് മിണ്ടുന്നുണ്ടെന്ന് ഉണ്ട്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അയാളുടെ അടുത്ത് അതായത് അവൻ നന്ദി കാണിക്കാം, അവന് കൊടുത്ത വീടാണ്, അവന് നന്ദി കാണിക്കാം. പക്ഷെ എനിക്ക് നന്ദി ഒന്നും കാണിക്കാൻ പറ്റത്തില്ല എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. പക്ഷെ രണ്ടാമത്തെ മകൻ അത് എൻ്റെ മകനല്ലേ, നിങ്ങളുടെ മകനല്ലേ? ഋതപ്പന് കൊടുത്ത വീട് കൂടല്ലേ? അപ്പൊ നിങ്ങൾക്കും അതിൻ്റെ അകത്ത് അവകാശമില്ലേ? പോട്ടെ, അന്ന് വീടുണ്ടാക്കി കൊടുത്ത അന്ന് തൊട്ട് ഇന്ന് വരെ ആ വീട്ടിൽ നിങ്ങളും നിങ്ങളുടെ സഹോദരി നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ ഇല്ലയൊക്കെ അവൻ്റെ അത് കിടന്ന് മെയ്യുന്നത്. എന്നിട്ട് നന്ദി എനിക്ക് വേണ്ടാന്ന് പുള്ളിക്കാരി പറയുക. ആരോട്? ഫിറോസിനോട് എനിക്ക് നന്ദി ഒന്നും വേണ്ട, പക്ഷെ അവന് നന്ദി ആവാം എന്നാണ് പറയുന്നത്. കാരണം അവൻ ആ വീഡിയോയിലൂടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ആ വീട് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് അതിൻ്റെ അകത്ത് മെയിൻ്റെനൻസ് ചെയ്യണമെന്ന് അവൻ പറഞ്ഞില്ലേ, അതിനെക്കുറിച്ചാണ് പുള്ളിക്കാരി പറയുന്നത്. ഓക്കെ, ബാക്കി കേട്ടു നോക്കും. ഏറ്റവും കൂടുതൽ ദേഷ്യം വന്നത് കല്യാണം കഴിക്കണമെങ്കിൽ ഇറങ്ങി പോകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്, വീട് തിരിച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വന്നത്. അപ്പൊ ഞാനും പ്രതികരിച്ചത്. അത് തൊട്ടാണ് ഞാൻ പ്രതികരിക്കാൻ തുടങ്ങിയത്. മനസ്സിലായോ? അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രശ്നമുള്ളൂ എനിക്ക് അയാളുമായിട്ട്. അല്ല അയാളുമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു പ്രശ്നവുമില്ല.
അന്നേരം തൊട്ടൊന്നും അല്ല ചേച്ചി പ്രതികരിക്കാൻ തുടങ്ങിയത്. ചേച്ചി പ്രതികരിക്കാൻ തുടങ്ങിയത് അന്ന് മീഡിയക്കാരെ വിളിച്ചു നിർത്തിയിട്ട് മീഡിയക്കാരോട് ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാൻ പറഞ്ഞ് അവർ ചോദിച്ചില്ലായിരുന്നു അന്നൊരു ചോദ്യം, ഏത് വീട് ചോരുന്നുണ്ടോ എന്ന്. അതിലായിരുന്നു തുടക്കം. ചേച്ചി മറന്നുപോയി കാണും. ചേച്ചി മറവിക്ക് പറ്റിയ മരുന്നുണ്ട് കേട്ടോ മാർക്കറ്റിൽ, ഒന്ന് മേടിച്ച് കഴിക്കുന്നത് നന്നായിരിക്കും. അത് സൂപ്പറാ. ചിലപ്പോ ഒന്ന് അന്നേരം ഓർമ്മയൊക്കെ ഇങ്ങോട്ട് വരും. അത് കഴിക്കുന്നത് കുറച്ച് നന്നായിരിക്കുമെന്ന് ഇതിന്റെ കൂടെ പറയുക. ബാക്കി പ്രശ്നമില്ല. കിച്ചു പറയുന്ന മറ്റൊരു കാര്യം, വീട് വെച്ച് തന്നത് വലിയ കാര്യമാണ്. മെയിൻ്റെനൻസ് ചെയ്യണം നമ്മുടെ മാത്രം കടമയാണ്. ഇപ്പൊ നമുക്ക് കിച്ചു അങ്ങനെയാണെങ്കിൽ കിച്ചു കുറച്ചുകൂടെ കഴിയുമ്പോൾ ജോലിക്ക് ചെയ്യുന്ന കാര്യമായിരിക്കും അവൻ പറഞ്ഞത്. മനസ്സിലായി? കിച്ചു അങ്ങനെ പറഞ്ഞെങ്കിൽ കിച്ചുവിന്റെ ഋതുവിന്റെ വീടാണല്ലോ അത്, ഒരേപോലെ അവകാശത്തിൽപ്പെട്ട വീടാണ്. അപ്പം അങ്ങനെ ജോലിക്ക് ആകുമ്പോൾ അവൻ ചെയ്യുന്ന കാര്യമായിരിക്കും അവൻ പറഞ്ഞത്. വീട് നമ്മുടെ മൂത്ത മോനാണ് അവകാശം. KHDC ഫിറോസ് ഇക്ക തന്ന വീട് കൊല്ലം സുധിച്ചേട്ടന്റെ മൂത്ത മകനായ രാഹുൽ ദാസിനും ഇളയ മകനായ ഋതുൽ ദാസിനും ഒരേപോലെ അവകാശത്തിലാണ് കൊടുക്കുന്നത്. ഫിറോസിനെ കുറിച്ച് പറയാൻ എന്തൊരു പുച്ഛമാണ് നോക്കിയോണം. പക്ഷെ അദ്ദേഹം ഉണ്ടാക്കി കൊടുത്ത വീട്ടിൽ കയറി കിടക്കാൻ ഒരു പുച്ഛവുമില്ല. ഈ പറയുന്നതിന്റെ കൂടെ തന്നെ സ്വന്തം മകനായിട്ടുള്ള ഋതപ്പന്റെ ആ ഒരു അവകാശം കൂട്ടി ഉറപ്പിക്കുന്നുമുണ്ട്. ഇവിടെ ശരിക്കും അനാഥൻ എന്ന് പറയുന്നത് ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന കിച്ചുവാണ്. അവൻ അച്ഛനുമില്ല അമ്മയുമില്ല. പക്ഷേ ഇവിടെ ഋതപ്പൻ അങ്ങനല്ല. ഋതപ്പൻ അച്ഛൻ മാത്രമേ ഉള്ളൂ ഇല്ലാതായിട്ടുള്ളത്. ഇവിടെ ആരോഗ്യവതിയായിട്ടുള്ള ഒരു അമ്മയുണ്ടല്ലോ. എന്നിട്ട് പുള്ളിക്കാരി അവിടെ അങ്ങോട്ട് ഉറപ്പിക്കുകയാണ്, എന്റെ മകനോട് ഇതിൻ്റെ അകത്ത് അനുവാദമുണ്ട്, അവകാശമുണ്ട്. അതായത് കിച്ചുവിന് മാത്രമല്ല എന്റെ മകനുമുണ്ട്. 18 വയസ്സ് കഴിയാതെ ഇത് ക്രയവിക്രയം ചെയ്യാൻ പറ്റത്തില്ല. എന്റെ മകന് 18 വയസ്സ് കഴിയാതെ അത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പുള്ളിക്കാരി അതിൻ്റെ അകത്ത് പറഞ്ഞു വെക്കുകയാണ്. മുമ്പ് ഫിറോസിക്ക എന്നൊക്കെ പറയുമ്പോൾ അവരോടുള്ള നന്ദി അവരുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു സ്നേഹമുണ്ടായിരുന്നു. ഇന്ന് ഫിറോസ് എന്നിട്ട് നീ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് ഇക്ക എന്നൊരു പുച്ഛം, അയാള്, അവൻ, ഇവൻ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഓക്കെ, വിളിക്കട്ടെ. അതായത് മൂഷികസ്ത്രീ എന്ന് പറഞ്ഞൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടോ? അതുപോലെ തന്നെ ആയി തീരാതിരിക്കാൻ രേണു മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. ഏത് സമയവും അത് സംഭവിക്കാം. അഹങ്കാരം മൂത്ത് ഒരു പരിധി കഴിഞ്ഞാൽ കണ്ണ് കാണത്തില്ലെന്ന് പറയത്തില്ലേ, എന്ന് പറഞ്ഞൊരു അവസ്ഥയാണ് ഇപ്പൊ രേണുവിനുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്ന് ഒരുങ്ങിയിരിക്കുന്നത് നന്നായിരിക്കുമെന്ന് ഇതിന്റെ കൂടെ തന്നെ കൂട്ടിച്ചേർക്കുകയാണ്. എന്റെ 2 മക്കൾക്കും, അതായത് എന്റെ സുധിച്ചെന്റെ 2 മക്കൾക്കും ഒരേപോലത്തെ അവകാശത്തിൽപ്പെട്ട വീടാണ് ഈ വീട്. അപ്പം എനിക്കൊരവകാശം ഇല്ല. ഞാൻ നിൽക്കുന്നത് വെച്ചാൽ എൻ്റെ പ്രായമായിട്ടുള്ള അമ്മ അച്ഛനുണ്ട്, അവർക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. അവർക്ക് നല്ല ഏജാണ്. ഏജ് തന്നെയല്ല, അവർക്ക് അസുഖങ്ങളാണ്. എൻ്റെ ഇളയ കുഞ്ഞിനെ നോക്കണം. ഞാൻ ഈ ഷൂട്ടിനും തിരക്കിനും ഒക്കെ നടക്കും. എൻ്റെ ഇളയ കുഞ്ഞിനെ നോക്കാൻ ആളില്ല. എനിക്കിപ്പം പൈസ കൊടുത്ത ഒരാൾ നിർത്തേണ്ട കാര്യമില്ല. എൻ്റെ അച്ഛനും അമ്മയ്ക്കും അവനെ നോക്കാനുള്ള ഇതുള്ളത് കൊണ്ട് അവരവിടെ നിൽക്കുന്നു, അവരെ നോക്കുന്നു. ഇതിന് ആർക്കാണ് എന്താണ് പ്രശ്നം? ഇനി അല്ല, രേണുസുതിയുടെ അച്ഛനും അമ്മയും അതോടൊപ്പം തന്നെ രേണുസുതിയൊക്കെ അവിടെ താമസിക്കുന്നുണ്ട്. അവിടെ കിച്ചു വരുന്നില്ല. കിച്ചു കൊല്ലത്ത് തന്നെയാണ്. കിച്ചുവിന് അങ്ങോട്ട് വന്ന് നിൽക്കാനുള്ള ഒരു മനസ്സ് പോലും ആ ചെറുക്കനില്ല. ഇവിടെ പിന്നെ ഈ വീട്ടില് നിങ്ങളുടെ സഹോദരി എന്തിനാണ് വന്ന് താമസിക്കുന്നത്? അതും ആ കൊച്ചിനെ നോക്കാനുള്ള ആ ഇതുകൊണ്ട് വരുന്നതായിരിക്കും, ഇല്ലയോ? ആണ് ഞങ്ങളങ്ങ് വിശ്വസിച്ചു. ആണ്. ഈ ഇളയ കുട്ടിക്ക് 18 വയസ്സാകാതെ അതിന് എന്താ പറയുക, അവർക്ക് ഇപ്പൊ 18 വയസ്സായി കഴിഞ്ഞാൽ മൂത്ത മോനും ഇളയ കുട്ടിക്കും തീരുമാനിക്കാം എങ്ങനെയാണ് വീട്. അങ്ങനെയാണ് എഴുതിയേക്കുന്നത് അറിയുന്നത്. ഈ കുട്ടിക്ക് 18 വയസ്സാകാതെ, എൻ്റെ 2 മക്കളിൽ ഇളയ കുട്ടിക്ക് 18 വയസ്സാകാതെ പൂർണ്ണമായിട്ടും അവർക്ക് 2 പേർക്ക് ഒന്നും ചെയ്യാൻ പറ്റും. ക്രയോ എന്നെന്തോ പറയത്തുള്ളൂ, നടത്താൻ പറ്റില്ല. അപ്പൊ ഇനി ഏതൊക്കെ അവളുമാര് വന്ന് എന്നെ പറഞ്ഞാലും വെല്ലുവിളിച്ചാലും ഈ ഇളയ കൊച്ചിന് 18 വയസ്സാകാതെ സൗകര്യമില്ല അവിടെ. ഞാൻ വേറെ വീട് വെക്കുമായിരിക്കും കുറെ വർഷം കഴിയുമ്പോൾ, ചിലപ്പോൾ വീട് വെക്കത്തില്ലായിരിക്കും. സൗകര്യമില്ല ഇറങ്ങിക്കൊണ്ട്, അല്ലെങ്കിൽ നിയമപരമായിട്ട് വരട്ടെ ഇറക്കാനുള്ളത്. രേണു, ഇത്ര അഹങ്കാരമൊന്നും പാടില്ല. ഞങ്ങൾക്ക് സൗകര്യമില്ല ഇറങ്ങാൻ എന്നൊക്കെ പറഞ്ഞാൽ അത് സൗകര്യമുള്ള പോലെ നിയമമുണ്ട് കേട്ടോ. കൂടുതൽ അഹങ്കാരം കാണിച്ച് അവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടദാനം തന്ന ഒരു ഭൂമിയാണ്. അത് ഏത് സമയത്തും ഉടമസ്ഥനെ തിരിച്ചെടുക്കാനുള്ള ഒരു അനുവാദമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ അങ്ങ് അഹങ്കരിക്കരുത്. അതുകൊണ്ട് തന്നെ അത് മനസ്സിൽ വെച്ചാൽ നന്നായിരിക്കും. മകന് 18 വയസ്സ് കഴിയുന്നിടം വരെ ഒന്നുമില്ല. നിങ്ങൾ അഹങ്കരിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കാനുള്ള ആ ഒരു നിയമമുണ്ട്. അതായത് എന്ത് നിയമമെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഈ പറയുന്ന ആരാണോ ഭൂമി തന്നിരിക്കുന്നത് അവർക്ക് ഇഷ്ടദാന ഭൂമി തിരിച്ചെടുക്കാനുള്ള ഒരു അധികാരമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കൂടുതൽ കിടന്നങ്ങോട്ട് ഞെളിയാതെ. അഹങ്കാരമൊക്കെ ആകാം, പക്ഷെ ഇത്ര കൂടുതലാകാൻ പാടില്ല കേട്ടോ. അങ്ങനെയാണോ? ഓക്കെ. എന്റെ മൂത്ത മകൻ അവന്റെ വീടാണ്, ഇവന്റെയും കൂടെ വീടാണ്. അവൻ എപ്പം വേണേലും ഇവിടെ വന്ന് താമസിക്കാം. അവന്റെ കംഫർട്ടബിൾ കൊല്ലത്ത്, അവൻ പഠിക്കുന്ന അവിടെയാണ്, അവന്റെ ഫ്രണ്ട്സ് അവിടെയാണ്. സോ അതുകൊണ്ട് അവൻ അവിടെ നിൽക്കുന്നു, താമസിക്കുന്നു. അവൻ എല്ലാ ആഴ്ചയിലും ഇവിടെ വരും. എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ വിളിച്ചാൽ വരും. ഇപ്പൊ ഞാൻ വിളിച്ചായിരുന്നു, എന്താവശ്യം ഉണ്ടെങ്കിലും അവൻ വരും. ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. അവൻ അവന്റെ അഭിപ്രായം പറയുന്നു, ഞാൻ എന്റെ അഭിപ്രായം പറയുന്നു. അത്രയോ. ഇവിടെ രേണു പറഞ്ഞു കേട്ടോ, ഞാൻ സംസാരിക്കാറുണ്ട്, കിച്ചുവിനെ വിളിക്കാറുണ്ട്, എപ്പോഴും സംസാരിക്കും, ഇപ്പോഴും വിളിച്ചതേ ഉള്ളൂ എന്ന് മീഡിയക്കാരുടെ മുമ്പിൽ പറയുന്നുണ്ട്. കാരണം കുറച്ചു മുമ്പ് ഈ മീഡിയക്കാരുടെ മുമ്പിൽ വെച്ചാണ് കിച്ചുവിനെ വിളിച്ച് പറയുന്നത്, കിച്ചു ഞാൻ ലണ്ടനിൽ പോകുവാണെന്ന്. ഈ കിച്ചു ഇതിനെക്കുറിച്ച് ഒരു വർത്തമാനം പറയുന്നുണ്ട്. അമ്മ പോകുന്ന കാര്യം കിച്ചു അറിഞ്ഞോന്ന് ചോദിക്കുമ്പം ഞാൻ നിങ്ങൾ അറിയുന്ന പോലെ മീഡിയയിൽ കൂടെ അറിയുന്നതെന്നാണ് കിച്ചു പറയുന്നത്. എങ്ങനെ ഇരിക്കുന്നു? വേണേ ഒന്ന് കേട്ടു നോക്കൂ. അമ്മ ലണ്ടനിൽ പോകുവാണോ? ഞാനൊരു കാര്യം പറയാം, സത്യമായിട്ട് എനിക്ക് അറിയത്തില്ല. ഇങ്ങനെയൊക്കെ റീലൊക്കെ കാണുമ്പോഴാണ് ഞാനും കാണുന്നത് ഓരോരോ കാര്യങ്ങളൊക്കെ. നിങ്ങൾ അറിയുന്ന അതേ സമയമാണ് ഞാനും അറിയുന്നത്. ചിലപ്പോ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ അറിയുന്നത്. കേട്ടല്ലോ കിച്ചു പറയുന്നത്. നമ്മൾ എങ്ങനെയാണോ അറിയുന്നത് അതുപോലാണ് കിച്ചു അറിയുന്നത് എന്നാണ് കിച്ചു പറയുന്നത്. എന്നിട്ടാണ് പുള്ളിക്കാരി തള്ളി മറിക്കുന്നത് മീഡിയയുടെ മുമ്പിൽ നിന്നുകൊണ്ട്. ഓക്കെ, ബാക്കി ഫിറോസ് പറയുന്നത് എന്നാണോ നമ്മുടെ കിച്ചു അവിടെ താമസിക്കാൻ വേണ്ടി വരുന്നത് അന്ന് വീടിന്റെ പൂർണ്ണമായിട്ടുള്ള മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നത്. പറയുന്ന പോലെ തന്നെ കിച്ചു എന്നാ താമസിക്കാൻ വരുന്നു അപ്പം വെച്ച് കൊടുക്കട്ടെ, അല്ലെങ്കിൽ പണിത് കൊടുക്കട്ടെ. അതിനെന്താ? നല്ല കാര്യമല്ലേ ചേട്ടാ? ഫിറോസ് പറഞ്ഞ നല്ല കാര്യം അല്ലെ? ഫിറോസ് ഇക്ക പറഞ്ഞ നല്ല കാര്യമാണ്. എന്ത് പുച്ഛത്തോടാണ് ഇവരുടെ സംസാരം അല്ലേ? ഫിറോസ് ഇക്ക, ആർക്കാണ്ടോ വേണ്ടി ഇക്കയെ ചേർത്ത് വിളിക്കുന്നു. നിങ്ങൾ വിളിക്കേണ്ടാന്നേ, നിങ്ങൾ ആദ്യം വിളിച്ച പോലെ തന്നെ ഫിറോസ് എന്ന് വിളിച്ചു. എന്തിനാണ്? റെസ്പെക്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ മീഡിയയുടെ മുമ്പിൽ എന്തിനോ വേണ്ടി ഒരു റെസ്പെക്ട് കൊടുക്കുന്നത് അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. കൊടുക്കുവാണെങ്കിൽ റെസ്പെക്ട് മനസ്സിൽ നിന്ന് കൊടുക്കണം. അത് നിങ്ങൾക്കില്ല. അതുണ്ടായിരുന്നുവെങ്കിൽ ഇത്രയും വിഷയം ഇവിടെ ഉണ്ടാകത്തില്ലായിരുന്നു കേട്ടോ. ഓക്കെ, ബാക്കി കാര്യമാണ്. അപ്പം കിച്ചു കിച്ചു ഇപ്പോഴും താമസിക്കുന്നുണ്ടല്ലോ എന്നേ. അവൻ വീട്ടിൽ ആഴ്ചയിൽ വരുമ്പോ കിച്ചു അവിടെ തന്നെയല്ലേ താമസിക്കുന്നത്, വേറെ എങ്ങും അല്ലോ താമസിക്കുന്നത്. പിന്നെ അയാളുടെ ഇഷ്ടമല്ലേ, അയാൾ എപ്പം വെച്ച് കൊടുക്കുന്നു, അതൊക്കെ അയാളുടെ ഇഷ്ടമാണ്. ഞാൻ അയാളെ വെല്ലുവിളിക്കാനൊന്നും പോകുന്നില്ല. എനിക്ക് താല്പര്യമില്ല പുള്ളിയുടെ കാര്യം പറയാൻ പോലും ഒരു താല്പര്യമില്ല. നന്ദികേടല്ല, ഞാൻ നന്ദിയുള്ളവളാന്ന് എല്ലാ പ്രാവശ്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീട് തന്നെ പിള്ളേർക്ക് കൊടുത്തതിന് നന്ദിയുള്ളൂ. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ പറയേണ്ട സമയം വന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ഇത് വീട് മോശമാണെന്നോ അതും ഇതൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് പിന്നെ ഞാൻ നന്ദിയുള്ളവളാണ്, അയാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടാക്കി തരട്ടെ എന്ന രീതിയിലൊക്കെ പറയുന്ന ഈ നന്ദിയുള്ളവൾ പറയുകയാണ്, ഞാൻ നന്ദിയുള്ളവളാണ്, ഞാൻ എപ്പോഴും നന്ദിയുള്ളവളാണ്, പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുത്തതിൽ നന്ദിയുണ്ടെന്ന്. ഇതൊന്നും അല്ലായിരുന്നു ഈ കൊച്ച് മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇപ്പൊ വലിയ വാചം അടിക്കുകയാണ്. കാരണം 4 പുത്തൻ കിട്ടി തുടങ്ങിയപ്പോ അഹങ്കാരം മൂത്ത് തലയ്ക്ക് മത്ത് പിടിച്ചവരെ പോലെ നടക്കുകയാണ്. മൂഷിക സ്ത്രീ എന്ന് പറയുന്ന ഒരു കഥ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എന്ന് പറഞ്ഞ പോലെ തന്നെ എത്രയൊക്കെ ഉയർന്നു പറക്കുന്ന പക്ഷി പോലും താഴെ വന്നിട്ടേ അതിന് സമ്മാനമുള്ളത് എന്ന് പറയുന്ന പോലെ ഇതിനും അതേ കിട്ടും. അതുകൊണ്ട് ഓർത്താ നന്ന്. സമയം വന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ഇത് വീട് മോശമാണെന്നോ അതും ഇതൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മീഡിയാസ് അവിടെ വന്നപ്പം വെള്ളം ചോർന്നുകൊണ്ടാണ് ഞാൻ ആദ്യം അത് തൊട്ടാണ് പ്രശ്നങ്ങൾ തുടങ്ങി അല്ലേ? നിങ്ങൾക്കൊക്കെ അറിയാം, അത് തൊട്ടാണ് പ്രശ്നങ്ങൾ തുടങ്ങി. എന്റെ മനസ്സിൽ ഒന്നും ഇരിക്കാത്തതുകൊണ്ട് ചോദിക്കുമ്പോൾ ഞാൻ പറയും, അത്രേ ഉള്ളൂ. അതിനകത്ത് ഇത്ര തെറ്റോ, ഞാൻ വീട് മോശമായെന്നോ അല്ലെങ്കിൽ അയാൾ തന്ന മോശമാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. 2 മക്കൾക്കും കൊടുത്ത വീടാണ്. സോ ഞാൻ നന്ദികേടും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് കാര്യങ്ങൾ പറഞ്ഞു, ചോരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് അതിപ്പിടിച്ച് പിന്നെ അങ്ങ് പ്രശ്നമാക്കിയത് അവര് തന്നെയാണ്. ഈ ഫിറോസ് ഇക്ക തന്നെയാണ് ഇത്രയും ഇത് വിവാദങ്ങളാക്കിയെന്നാണ് എന്റെ ഇത്. പിന്നെ അതിപ്പിടിച്ച് കുറെ പേരും കുറെ ബീവിമാരും കുറെ മഞ്ജു ആന്റണിമാരും ഒക്കെ അങ്ങ് എന്നെ ഇട്ട് അലക്കാൻ തുടങ്ങി. ഇതാ ഇപ്പൊ ഇത്ര ഉണ്ടാക്കിയ വിഷയം മൊത്തം ഉണ്ടാക്കിയത് ഫിറോസാണ്, അല്ലാതെ ഈ ചേച്ചിയല്ല. ചേച്ചി ഒന്നും പറഞ്ഞിട്ടുമില്ല, ചേച്ചി ഒന്നും അറിഞ്ഞിട്ടുമില്ല. ചേച്ചി നന്ദിയുള്ളവളാണ്. ചേച്ചി ഒരു കാര്യം പോലും ആരെക്കുറിച്ചും പറഞ്ഞിട്ടില്ല. ഈ ചേച്ചിക്ക് നന്ദി മാത്രമേ ഉള്ളൂ, ആരെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. കമാന്നൊരു അക്ഷരം മിണ്ടിയിട്ടുള്ള ഒരാളല്ല. മറ്റേ നന്ദിയില്ലാത്തവരും ഇത്രയൊക്കെ പറഞ്ഞുണ്ടാക്കിയത് ആരാണ്? ഈ മീഡിയക്കാരാണ്, പിന്നെ ഈ ബ്ലോഗർമാരാണ്, അവരൊക്കെയാണ്. അല്ല ചേച്ചിക്ക് ഭയങ്കര നന്ദിയാണെന്നേ. ചേച്ചി അന്ന് ചോരുന്നു എന്ന് പറഞ്ഞ ഒരു വിഷയം മാത്രമേ ചേച്ചി പറഞ്ഞുള്ളൂ. അത്ര സത്യസന്ധമായിട്ടാണ് ചേച്ചി പറഞ്ഞത്. പക്ഷെ എനിക്ക് നമ്മൾ കണ്ടത് എന്തായിരുന്നു? മതിലിനെ കുറ്റം പറഞ്ഞത്, വീടിന്റെ അകത്ത് ഇരുന്നോണ്ട് ബുൾഡോസർ കൊണ്ടുവന്ന് ആ വീട് ഇടിച്ചു പൊളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തങ്കച്ചന്റെ ഡയലോഗ് എന്ന് തുടങ്ങി നമ്മൾ എന്തൊക്കെ കണ്ടതാണ്. എന്നിട്ടാണ് ഇപ്പൊ വന്ന് പറയുന്നത് ഞാൻ നന്ദിയുള്ളവളാണ് എന്ന് ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുന്നത്.
നിങ്ങൾ ആരുടെ കണ്ണിലാണ് പൊടിയിടാൻ ശ്രമിക്കുന്നത് എന്റെ പൊന്നു രേണു? ഇതെല്ലാം മീഡിയയിൽ ഇന്നും കിടപ്പുണ്ട്. ഇന്നും സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ കിടപ്പുണ്ട്. ഇതൊക്കെ കിടക്കുമ്പോഴും കള്ളം വന്ന് ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് അതിനെ സത്യമാക്കാൻ നോക്കിക്കഴിഞ്ഞാലേ അത് സത്യമാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റ് ആൻഡ് കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക് എല്ലാവർക്കും